നീ ചോറെടുത്ത് കഴിക്കും മോനെ. നിന്നെ എല്ലാവർക്കും അറിയാലോ, ആരും ഒന്നും ചെയ്യില്ല. എടുത്ത് കഴിക്കേട്ടാ. ഇവക്ക് വന്ന കൂട്ടര് പോയി, അവർക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. ഇനിയൊരു കൂട്ടര് വരാനുണ്ട്, എന്താവോ എന്തോ. നിനക്ക് തൂറാൻ വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലല്ലോടാ. അവര് പോണെങ്കിൽ പോട്ടെ, ചേട്ടൻ അതോർത്ത് വിഷമിക്കണ്ട. എന്നാലും അവരങ്ങനെ പറഞ്ഞല്ലോ നീ പള്ളി വിളിക്കാൻ കയറിയെന്ന്. എന്റെ പേടി അതല്ല, നീ ഇനി കുറച്ചു ദിവസത്തേക്ക് ഒറ്റയ്ക്ക് എങ്ങും പോകണ്ട. പിന്നെ നമ്മളോടിപ്പം സൈനുത്തയുടെ വീട്ടുകാരും മിണ്ടൂല. അവര് മിണ്ടതിലേക്ക് മിണ്ടണ്ട. നാട്ടുകാര് പറയുന്നത് പോലെ നിനക്ക് പള്ളിയോട് ദേഷ്യമൊന്നും അല്ല. വലിയ നേതാക്കന്മാരും നിന്നോട് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. എടാ, അവര് ലീവിലാണല്ലോ, 2 ആഴ്ചയായിട്ട് ലീവിലാണ്. എന്ന് വരുമെന്നറിയോ? അതറിയില്ല. നമ്മുടെ വാവാജി അല്ലേ, ചെമ്പരിക്കല്ലേ? നമസ്തേ ജി. അല്ലെങ്കിൽ എന്റെ തോന്നലായിരിക്കും. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ മൈൻഡ് ചെയ്യണ്ട. ആ ജാഫർക്ക കേറ്. അവരാരും കേറൂലടാ. നമ്മൾ വിചാരിച്ച പോലെ നല്ല കാര്യങ്ങൾ. വാവേ നീ ഒന്ന് സൂക്ഷിച്ചോ. സംഭവം മൊത്തം കയ്യിൽ നിന്ന് പോയിന്നാ തോന്നുന്നത്. എനിക്കറിഞ്ഞൂടാ, ഇതെന്ത് നാടാണിത്? വാവേ ഇങ്ങോന്ന് ഞാൻ പറഞ്ഞു. അതെ, ഇവര് പള്ളത്തുനിന്ന് വരികയാണ്. നാളെ നമ്മുടെ ഒരു പരിപാടി ഉണ്ട് അവിടെ, നീ പോണം. ഓട്ടം പോകാനാണ്? ഓട്ടം പോവാനോ? എടാ, നിനക്കുണ്ടായ കാര്യങ്ങളും ജയിലിലുണ്ടായ പീഡനങ്ങളും അതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയും കുറിച്ച് ഈ പള്ളത്ത് നടക്കുന്ന യോഗത്തിൽ വിശദീകരിക്കണം. എന്ത് പീഡനം? അവിടെ പീഡനമൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ ബഹുമാനമായിരുന്നില്ലേ? ഞാൻ തീവ്രവാദി ആയതുകൊണ്ട് എന്നെ ആരും ഒരു തെറി പോലും പറഞ്ഞിട്ടില്ല. നല്ല ശാപ്പാടും. പിന്നെ ഗൂഢാലോചനയൊന്നും ഇല്ല ചേട്ടാ. ആ സമയത്ത് പള്ളിയിൽ കയറി ചെന്നിട്ട് നമ്മൾ വേറെ പരിപാടിക്ക് പോയാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അവർ പേടിച്ചിട്ട് ചെയ്തതാ. പിന്നെ ആ മുക്രിയുടെ വൈരാഗ്യവും. അത് തന്നെ. അബദ്ധവശാൽ നീ പള്ളി കയറിയതിന് നിന്നെ തീവ്രവാദിക്ക് തല്ലിയില്ലേ? അത് അവിടെ പോയിട്ട് പറയണം. അതിന് എന്നെ ആരും തല്ലിയിട്ടില്ല. ഈ പാതിരാത്രി അമ്പലത്തിലാണ് കയറിയെങ്കിൽ നിങ്ങൾ ബാക്കി വെച്ചേക്കൂ. നിന്റെ അതെ, അധികം സാഹിത്യമൊന്നും പറയണ്ട, നീ പോണം. പിന്നെ ഈ വഴിയിൽ വാട്ടർ ഷെയ്ഡ് കിടക്കുന്ന പരിപാടിയില്ലേ, അത് നിർത്തിക്കോ. പിന്നെ വീട്ടിൽ ചിലവിന് നിങ്ങൾ തരുമോ? നല്ലട്ടാ തരും. ഞാനല്ല, ജില്ലാ കമ്മിറ്റി അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, വാട്ടർ ഷാർക്കെങ്കിലും വാടക കൊടുത്തു കേട്ടാ. അപ്പോൾ നാളെ ഓക്കെ. പറ. എന്താണ് ഒരു വലിയ രഹസ്യം പറച്ചില്? എന്താണ് പുള്ളി പറഞ്ഞത്? അയാൾക്ക് ഭ്രാന്ത്.
എന്നാലും ഒരു വീട് പോലെ കഴിഞ്ഞിരുന്നതല്ലേ. എന്നിട്ടൊരു വാക്ക് പറഞ്ഞില്ലല്ലോടാ. അവളെനിക്ക് മെസ്സേജ് ഇട്ടമ്മേ. അവർക്കൊരു കുഴപ്പമില്ല നമ്മളോട്. ഈ പള്ളിക്കാരിയൊക്കെ പേടിച്ചിട്ടാ. എത്ര വഴക്ക് പറഞ്ഞാലും മോളെ പോലെ കൊണ്ടു കിടന്നതല്ലേ ഞാൻ അവളെ. പോട്ടമ്മേ, നമുക്കറിയാലോ കാര്യം. ഒരു മൂക്കിപ്പനി വന്ന എൻ്റെ അടുത്താ പറയാറ്. ചിട്ടി അടിച്ചിട്ട് കെട്ടിയവനോട് പറഞ്ഞില്ലേ സൈനുത്ത, 1 വർഷം ആ കാശ് ഞാനാ വച്ചിരുന്നത് കല്യാണ ചെലവിനെ. അവക്ക് പ്രായമായപ്പോ പുത്തൻ ഉടുപ്പ് ഞാൻ കൊടുത്തതായിട്ടത്. എന്നിട്ടിപ്പോ നീ ഒരുത്തനായതിനൊക്കെ കാരണം. അവന്റെ ഒരു ഓട്ടവും തൂറ്റലും. നല്ലട്ടാ, ഇന്ന് വൈകുന്നേരം പള്ളത്തെ മീറ്റിങ്ങിന് ഞാനും ഉണ്ട്. പ്രിയമുള്ളവരെ, എനിക്ക് പ്രസംഗിച്ചുള്ള ശീലമില്ല. അനൗൺസ് ചെയ്താണ് ശീലം. അതുപോലെയല്ലല്ലോ പ്രസംഗം. സത്യമായിട്ടും എനിക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു ആ പള്ളിയിലെ സംഭവം. കുറച്ച് പേർക്കെങ്കിലും അത് അറിയാവുന്നതാണ്. അല്ലാതെ ഒരു കാര്യത്തിലും അങ്ങനെ തീവ്രമായി നിൽക്കുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ വിശ്വാസം എനിക്ക് പ്രധാനമാണ്. അതുപോലെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഞാൻ മാനിക്കുന്നു. ഇത് ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. എന്നുവെച്ച് എൻ്റെ മാത്രമല്ലല്ലോ, മറ്റു മതക്കാരുടെയും വിശ്വാസികളുടെയും ഒക്കെ രാജ്യമാണിത്. എനിക്കുള്ള അതേ അവകാശം എല്ലാവർക്കും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരാളാണ്. കുടുംബം എൻ്റെ ചുമലിലാണ്. ഒരു പെങ്ങളാണുള്ളത്. അവളുടെ വിവാഹാലോചന ഇത് കാരണം മുടങ്ങി. ഇതിൻ്റെ പേരിൽ എന്നാരും പോരാളിയാക്കരുത്, തീവ്രവാദിയാക്കരുത്. എൻ്റെ പെങ്ങൾക്കും എന്നെ ആലോചനകൾ ഇനി മുടങ്ങരുത്. എല്ലാവരും പോലെ എനിക്കും ജീവിക്കണം. പലരും ഇപ്പം എന്നോട് മിണ്ടുന്നില്ല, എൻ്റെ ഓട്ടോയിൽ കയറുന്നില്ല. അതെനിക്ക് സഹിക്കാൻ കഴിയണില്ല. ഞാനൊരു പാവ മനുഷ്യനാണ്. ദയവേത് എന്നെ ദ്രോഹിക്കരുത്. അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. നിർത്തുന്നു. പ്രിയമുള്ള മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, പൂജ്യ ബാവാജി സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തീവ്രവും മുനകളൊളിപ്പിച്ചതുമായ ഒരു പ്രസംഗമായിരുന്നു. നിങ്ങളിൽ പലർക്കും അത് മനസ്സിലായി ആവില്ല. അദ്ദേഹത്തെ പോലെ ഒരു തികഞ്ഞ സംഘടനാ സ്നേഹി, ആത്മബോധമുള്ള ഒരു സമുദായ സ്നേഹി, ആത്മനിയന്ത്രണമുള്ള ഒരു പോരാളി വെറും കവലച്ചട്ടമ്പികൾ പറയുന്നത് പോലെ അവർ പറയില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, എന്താണ് അദ്ദേഹം പറഞ്ഞത്? എനിക്ക് പറ്റിയത് ഒരബദ്ധമായിരുന്നു. എന്നെ പള്ളിയിൽ വെച്ച് കണ്ടത്, എന്നെ പള്ളിയിൽ വെച്ച് പിടിച്ചത് അതെന്റെ ഒരബദ്ധമായിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ മറുഭാഗം? ഇനി അബദ്ധം പറ്റില്ലെന്നാണ്. സഹോദരങ്ങളെ,
നിങ്ങൾ ശരിയായ രീതിയിലല്ലെങ്കിൽ ഇനിയൊരബദ്ധം പറ്റില്ല. പിന്നെ പറഞ്ഞതെന്താണ്? ഞാൻ തീവ്ര നിലപാടുള്ളയാളല്ല. അതായത് വേണ്ടി വന്നാൽ തീവ്ര നിലപാടുകൾ എടുക്കും എന്നാണ്. നിങ്ങൾക്കത് താങ്ങാനാകില്ല എന്നാണ്. പിന്നെയോ, ഇതെന്റെ നാടാണ്. എനിക്കുള്ളതുപോലെ അവകാശം മറ്റുള്ളവർക്കുമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു മറുവശമുണ്ട്. എൻ്റെ അത്ര അവകാശമേ നിങ്ങൾക്കും ഇവിടെയുള്ളൂ. അതിനപ്പുറം കടക്കേണ്ട എന്നാണ് വീണ്ടും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ എന്നോട് കാണിക്കുന്നത്, എന്നോട് മിണ്ടാത്തത്, എൻ്റെ വണ്ടിയിൽ കയറാത്തത്, എന്നെ സങ്കടപ്പെടുത്തുന്നത് ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്നവരെ സങ്കടപ്പെടുത്തുന്നതിന് തുല്യമാണ്. അങ്ങനെ സങ്കടപ്പെടുത്തിയാൽ എനിക്ക് എന്നെ തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. അതിൻ്റെ അർത്ഥം ആത്മഹത്യ ചെയ്യുമെന്നല്ല, ബലിദാനിയാകുമെന്നും അല്ലെങ്കിൽ ചാവേറാകണമെങ്കിൽ ചാവേറാകുമെന്നുമാണ്. ധീരനായ വാവാജിയുടെ വാക്കുകൾ, ആ വാക്കുകളിൽ നിന്നും നമ്മൾ ഊർജ്ജം ഉൾക്കൊള്ളണം. വന്ദേ മാതരം.